അപ്പോൾ നമ്മുടെ പലഹാരം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കിതാക്കിയെടുക്കാം. ഹലോ നമസ്കാരം, ഞാൻ ജെയ്സൺ. ജെ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന സീറ്റിൻ്റെ റെസിപ്പിയാണ്. അത് 2-3 ചേരുവകൾ മതി. ഇപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു, അപ്പോൾ പെട്ടെന്നൊരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ സീറ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കി തരാം. അപ്പം നമ്മുടെ ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു 4-5 ഏലക്ക എടുത്തിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തൊണ്ട് കളഞ്ഞ ഏലക്കയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ പൊടിച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമുക്കൊന്ന് മാറ്റി വെക്കാവേ. അടുത്ത ഇതിലേക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കരയാണ്. നമ്മളൊരു 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലിട്ട് നേരത്തെ വെള്ളം ഒഴിച്ചൊന്ന് അലിയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുവാണേ. ഈ ശർക്കര കുറച്ച് കൂടുതൽ നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ അലുത്ത് വന്നോളും. പിന്നെ ഇങ്ങനെ ശർക്കര അലിയിപ്പിച്ച് ചേർക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം എന്തെങ്കിലും അതിൻ്റെ അകത്ത് വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ അലിയിപ്പിച്ചെടുക്കാൻ നല്ലത്. അപ്പോൾ ഈ ശർക്കര ഒന്ന് അലിയിപ്പിച്ച് നമുക്ക് അരിച്ചൊന്ന് പാനിയാക്കി ഒന്ന് മാറ്റി വെക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കല്ലോ കേട്ടോ. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ശുദ്ധമായ നെയ്യാണ്. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വരട്ടെ, തണുത്തിരിക്കണം, ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ നെയ്യ് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ഗോതമ്പൊടിയാണ്. ഗോതമ്പൊടി നമ്മളൊരു 200 ഗ്രാം ഉള്ളൊരു പാത്രത്തിൽ അളന്നെടുത്ത് 200 ഗ്രാം ഗോതമ്പൊടി അതിൻ്റെ അകത്ത് ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണേ. അതായത് ഇതിൻ്റെ പച്ചപ്പൊക്കെ പോകുന്നിടം വരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പൊടി അത്യാവശ്യം ഇത് വറുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇത് വെന്തിട്ടുണ്ട് നെയ്ക്കകത്ത് കിടന്നേ. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, ശർക്കര ഉരുക്കി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് എന്നിട്ട് ഇത് കുറുകുന്നിറം വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണേ. തീ കുറയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കരുത്, നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് കാഷ്നട്ട് ചേർക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് കാഷ്നട്ടോടെ ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി സീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടാറുന്നതിന് മുന്നേ അതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാവേ. ഇതിങ്ങനെ നേരിട്ടും കഴിക്കാൻ കേട്ടോ. ഷേപ്പാക്കി എടുക്കണമെങ്കിൽ മാത്രം അതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ പലഹാരം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കിതാക്കിയെടുക്കാം. ഇന്ന ഷേപ്പൊന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ എടുക്കുന്ന പാത്രത്തിൽ നമ്മൾ കുറച്ച് നെയ്യ് തടവിയിട്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ കണ്ട 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു വെറൈറ്റി ഒരു സീറ്റ് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ എല്ലാം. ഇതിനകത്ത് ക്യാഷ്നട്ട് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ശർക്കരയും ഗോതമ്പൊടിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഈ മധുരപലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒത്തി ഓളി വെക്കാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്